ഇൻകം ടാക്സ് റിട്ടേണുകൾ ഫയൽ ചെയ്യേണ്ട ഡേറ്റുകൾ പുതുക്കി. കലണ്ടറിൽ നമ്മൾ ജൂലൈ മാസത്തേക്ക് കടക്കുമ്പോൾ നമ്മളിൽ പലർക്കും ചെറിയൊരു ടെൻഷൻ തുടങ്ങി കാണും. കലണ്ടറിലെ ജൂലൈ 31 എന്ന ഡേറ്റിന് ചുറ്റുമുള്ള ആ ഒരു ചുവന്ന മാർക്ക് വെറുമൊരു ഓർമ്മപ്പെടുത്തലല്ല, ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡെഡ് ലൈനിലേക്കുള്ള ഒരു കൗണ്ടറാണ്. പക്ഷേ ഒരു വിഭാഗം ടാക്സ് പേയേഴ്സിന്റെ കാര്യത്തിൽ ഒരു വലിയ ബ്രേക്കിംഗ് ന്യൂസ് വന്നിട്ടുണ്ട്. ഗവൺമെന്റ് ചിലർക്കായിട്ട് ഡെഡ് ലൈൻ നീട്ടിയിട്ടുണ്ട്. അവരുടെ പുതിയ ഡെഡ് ലൈൻ ഓഗസ്റ്റ് 31. എന്നിരുന്നാലും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജൂലൈ 31 തന്നെയാണ് ഈ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡേറ്റ്. പക്ഷെ ആ ഡെഡ് ലൈൻ മിസ് ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം വൈകിയാൽ അതിന്റെ കോൺസിക്വൻസസ് ചെറിയ ഫൈനിൽ മാത്രം ഒതുങ്ങില്ല, പെനാൽറ്റീസ് കൂടി വരും. അപ്പോ അതുകൂടാതെ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നഷ്ടമുണ്ടാക്കുന്ന ചില ഹിഡൻ കോസ്റ്റുകളും ഇതിനുള്ളിലുണ്ട്. ഡേറ്റുകൾ മാറുകയും നിയമങ്ങൾ മാറുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബാധകം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ടാക്സ് സ്ലാബിൽ വരുന്നു, ഏത് ഇൻകം ടാക്സ് ഫോമാണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത്, ഇവയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കറക്റ്റ് സമയത്ത് ഫയൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലേറ്റ് ഫീ ഒരു തുടക്കം മാത്രമാണ്, ഇൻട്രസ്റ്റിന്റെ മീറ്റർ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കൺഫ്യൂഷനൊക്കെ മാറ്റി നമുക്ക് കാര്യങ്ങളൊന്ന് സിമ്പിൾ ആക്കാം. ഇൻകം ടാക്സ് ഡെഡ് ലൈനുകളെയും പെനാൽറ്റീസിനെയും പറ്റി ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ അറിയേണ്ടതെല്ലാം ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞു പോകാം. അപ്പൊ ഈ കൺഫ്യൂഷനൊക്കെ മാറ്റി നമുക്ക് കാര്യങ്ങളൊന്ന് വളരെ സിമ്പിൾ ആക്കി പറഞ്ഞുതരാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. പ്രധാനപ്പെട്ട നിയമങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസോടെ റിട്ടേൺ ഫയൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഡെഡ് ലൈൻസ് ആര് എപ്പോൾ ഫയൽ ചെയ്യണം, ഇവിടെ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. അപ്പോൾ ഈ തീയതികളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമുക്ക് ഫിനാൻഷ്യൽ ഇയർ അതുപോലെ തന്നെ അസസ്മെന്റ് ഇയർ ഈ ഒരു കൺഫ്യൂഷൻ മാറ്റിയിട്ട് മുന്നോട്ട് പോകാം. 2025-26 ഇൻകം ടാക്സ് റിട്ടേൺ ആണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. ഇത് 2025 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടാക്കിയ ഇൻകത്തിന്റെ ടാക്സ് ആണ് നമ്മൾ അടച്ചിട്ടുണ്ടാവുക. അതിലുള്ള വേരിയേഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഫൈനൽ സെറ്റിൽമെന്റ് ആണ് നമ്മൾ ഈ ഒരു ഇൻകം ടാക്സ് റിട്ടേണിലൂടെ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ 2025 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള ഈ ഒരു കാലയളവിനെ അസസ്മെന്റ് ഇയർ 26-27 എന്നാണ് ഇൻകം ടാക്സിന്റെ ടൈമിൽ പറയുന്നത്. അപ്പോ ആരൊക്കെ എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത്, ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇൻകം ടാക്സ് നിയമത്തിൽ പലതരം ടാക്സ് പേയേഴ്സും അവരുടെ ITR ഫോമുകളും അവയ്ക്ക് പല ഡെഡ് ലൈനുകളുമാണുള്ളത്. ഇപ്പോഴത്തെ ഇൻകം ടാക്സ് നിയമങ്ങൾ അനുസരിച്ച് അസസ്മെന്റ് ഇയർ 26-27ലേക്കുള്ള ഡെഡ് ലൈൻ ജൂലൈ 31 തന്നെയാണ്. അക്കൗണ്ടുകൾ ഓഡിറ്റ് വേണ്ടാത്ത മിക്ക വ്യക്തികൾക്കും അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലീസിനും ഈ ഡേറ്റ് ആണ് ബാധകം. ഇതിൽ ആരൊക്കെ വരും എന്നുള്ളത് നോക്കണം. സാധാരണയായിട്ട് ITR 1 ഫയൽ ചെയ്യുന്ന സാലറീഡ് എംപ്ലോയീസ്, ക്യാപിറ്റൽ ഗെയിനിൽ നിന്നോ ഒന്നിൽ കൂടുതൽ വീടുകളിൽ നിന്നോ വരുമാനമുള്ള സാധാരണയായിട്ട് ITR 2 ഫയൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ജൂലൈ 31 മുമ്പ് തന്നെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത്. ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ ഇൻകം ടാക്സ് പോർട്ടലിലും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെ CBDT നോട്ടിഫിക്കേഷൻസിലും എപ്പോഴും ഒരു കണ്ണു വെക്കുന്നത് വളരെ നല്ലതാണ്. ജൂലൈ 31 സാധാരണ ഡേറ്റെങ്കിലും ചിലപ്പോ ചില സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് ഇത് നീട്ടാറുണ്ട്. അപ്പോൾ എപ്പോഴും ഒറിജിനൽ ഡെഡ് ലൈനുള്ളിൽ തന്നെ ഫയൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുക. അവസാന നിമിഷത്തെ ആ ഒരു തിക്കും തിരക്കും അതുപോലെ തന്നെ വെബ്സൈറ്റ് ഹാങ് ആവുന്നത് പോലെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസും നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ITR 1, ITR 2 ഒഴികെയുള്ള മറ്റുള്ളവരുടെ ഡെഡ് ലൈനിലേക്ക് നമുക്ക് ഇനി മനസ്സിലാക്കി പോകാം. ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ പ്രൊഫഷനിൽ നിന്നോ വരുമാനമുള്ള ITR 3 അല്ലെങ്കിൽ ITR 4 ഫയൽ ചെയ്യുന്ന എന്നാൽ ടാക്സ് ഓഡിറ്റ് ആവശ്യമില്ലാത്ത ആളുകൾക്കും ബിസിനസ്സുകാർക്കും ഡെഡ് ലൈന് 2026 ഓഗസ്റ്റ് 31 വരെ നീട്ടിയിട്ടുണ്ട്. ഇപ്പോ നമ്മളെ പോലെയുള്ള ഇൻവെസ്റ്ററെ പറ്റി നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവരുടെയൊക്കെ ഇൻകം ടാക്സ് ITR 3 വരുന്നതാണ്. അപ്പൊ ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത് ഓഗസ്റ്റ് 31 വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോ ITR 3 അല്ലെങ്കിൽ ITR 4 ഫയൽ ചെയ്യുന്നവർക്ക് ടാക്സ് ഓഡിറ്റ് ആവശ്യമാണെങ്കിൽ സാധാരണ ഡെഡ് ലൈന് 26 ഒക്ടോബർ 31 സെക്ഷൻ 92E പ്രകാരം ഒരു റിപ്പോർട്ട് ആവശ്യമുള്ള ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഉള്ളവർക്ക് ഡെഡ് ലൈൻ സാധാരണയായിട്ട് നവംബർ 30 വരെയും ഉണ്ടാവും. അപ്പൊ തൽക്കാലം നമുക്ക് ഭൂരിഭാഗം ആളുകളെയും ബാധിക്കുന്ന ഡെഡ് ലൈൻ അതായത് ജൂലൈ 31 തന്നെ ഫോക്കസ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാം. അപ്പൊ അവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഡെഡ് ലൈൻ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യണം. അതിനുള്ളിൽ തന്നെ നമ്മൾ ITR ഫയൽ ചെയ്യാൻ ശ്രമിക്കണം. വൈകിയാൽ നേരിടുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ആദ്യത്തേതും ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇഷ്യൂ എന്താണെന്ന് നോക്കിയാൽ സെക്ഷൻ 234F പ്രകാരമുള്ള ലേറ്റ് ഫയലിംഗ് ഫീ ആണ്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഈ ഫീ സ്ട്രക്ചർ വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തെ ആശ്രയിച്ചാണ് ഒരു ലേറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ ഇൻകം 5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ലേറ്റ് ഫീ 5000 രൂപയാണ്. നിങ്ങളുടെ ടോട്ടൽ ഇൻകം 5 ലക്ഷം രൂപയോ അതിൽ കുറവോ ആണെങ്കിൽ ഫീ വളരെ കുറവാണ്. 1000 രൂപ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് സെറ്റിൽ ചെയ്യാൻ പറ്റും.
അപ്പൊ ഇത് വൈകി ഫയൽ ചെയ്യുന്നതിനുള്ള ഒരു ഫിക്സഡ് ഫീ മാത്രമാണ്. എന്നാൽ ഇത് മാത്രമല്ല ഒരേ ഒരു പെനാൽറ്റി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ എന്തൊക്കെയാണ് നമുക്ക് വേറെ പെനാൽറ്റികൾ വരുന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു പ്രധാന ഇളവുണ്ട്. നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഡിഡക്ഷന് മുമ്പുള്ള വരുമാനം ബേസിക് എക്സംപ്ഷൻ ലിമിറ്റിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ഒന്നും അടയ്ക്കാനില്ലെങ്കിൽ ഈ ഒരു ഫീ നിങ്ങൾ കൊടുക്കേണ്ടി വരില്ല. പക്ഷെ ഓർക്കുക, നിങ്ങളുടെ ഇൻകം ഈ ലിമിറ്റിന് താഴെയാണെങ്കിലും ITR ഫയൽ ചെയ്യേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് വിദേശത്ത് അസറ്റ് ഉള്ള ഒരു ഇന്ത്യൻ റെസിഡന്റ് ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഫയലിംഗ് നിർബന്ധമാണ്. അപ്പോൾ വൈകി ഫയൽ ചെയ്താൽ ഈ ഒരു ഫീ നമ്മൾ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അടയ്ക്കാത്ത ടാക്സിന്റെ പലിശ സെക്ഷൻ 234A പ്രകാരമുള്ള ആ ഒരു പലിശ നമ്മൾ കൊടുക്കേണ്ടി വരും. 5000 രൂപ പെനാൽറ്റി അത്ര പേടിപ്പിക്കുന്നതല്ല, പക്ഷെ എന്നാലും അടുത്ത ഭാഗം വലിയ കോസ്റ്റ്ലി ആണ്. ഒരു സൈലന്റ് കില്ലറായിട്ട് നമുക്ക് ഒരു ഇൻട്രസ്റ്റിനെ കണക്കാക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ടാക്സ് അടയ്ക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വൈകിയ മുഴുവൻ സമയത്തേക്കും നിങ്ങളിൽ നിന്ന് ഇൻട്രസ്റ്റ് ഈടാക്കും. അപ്പൊ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത് മാസം 1% അല്ലെങ്കിൽ ആ മാസത്തിന്റെ ഒരു ഭാഗം പാർട്ട് ഓഫ് ദ മന്ത് എന്ന റേറ്റിലാണ്. ആ പാർട്ട് ഓഫ് ദ മന്ത് എന്ന വാക്ക് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഒരു ദിവസം ലേറ്റ് ആയിട്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണത്തിന് ഓഗസ്റ്റ് 1 നിങ്ങളിൽ നിന്ന് ആ മുഴുവൻ മാസത്തേക്കും ഇൻട്രസ്റ്റ് ഈടാക്കും. നിങ്ങൾ ഓഗസ്റ്റ് 2 ഫയൽ ചെയ്യുന്നതെങ്കിലും അത് ഒരു മാസത്തെ ഡിലേ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോ നിങ്ങൾ ഓൾറെഡി അടച്ച TDS, TCS, അഡ്വാൻസ് ടാക്സ് ഇവയെല്ലാം കുറച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ നെറ്റ് ടാക്സ് പേയബിളിലാണ് ഈ ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പൊ ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഈ ഇൻഫർമേഷൻ ആവശ്യമുള്ള കൂടുതൽ ആളുകളിലേക്ക് എത്താൻ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ഫോർവേഡിങ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ ഫൈനും ഇൻട്രസ്റ്റും അപ്പുറം ITR വൈകി ഫയൽ ചെയ്യുന്നത് ലോങ് ടൈമിൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കാവുന്ന മറ്റ് പലതര കോൺസിക്വൻസസിനും കാരണമാകാം. അപ്പൊ മിക്കവാറും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ITR കൃത്യമായിട്ട് ടൈമിലി ഫയൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു പ്രോബ്ലങ്ങൾ എന്താണ് എന്ന് ജസ്റ്റ് നമുക്കൊന്ന് അഡ്രസ് ചെയ്ത് പോകാം. ഒന്നാമത്തേത്, ഒരുപക്ഷെ ഏറ്റവും കോസ്റ്റ്ലി ആയത് നിങ്ങൾക്ക് മിക്കവാറും ലോസസ് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ക്യാപിറ്റൽ ലോസ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നിന്ന് ഒരു ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം ഭാവിയിലെ ലാഭമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ടാക്സ് കുറയ്ക്കാൻ നിങ്ങൾക്ക് നിയമം അനുവദിക്കുന്നുണ്ട്. ഈ ഒരു ബെനിഫിറ്റിന് ഒരു സ്ട്രിക്റ്റ് കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ ഒറിജിനൽ ITR ഡെഡ് ലൈനിന് മുമ്പോ അല്ലെങ്കിൽ അന്ന് തന്നെയോ നമ്മൾ ഫയൽ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ വൈകി ഫയൽ ചെയ്താൽ ബിസിനസ് ക്യാപിറ്റൽ ലോസസ് ഒന്നും അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ആ ഒരു അവകാശം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു ക്യാപിറ്റൽ ഗെയിനിനെയും ലോസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പറയാം. കാരണം ഇത് ഇൻവെസ്റ്റേഴ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ക്യാപിറ്റൽ ഗെയിൻസിനെ നിങ്ങൾ ഒരു അസറ്റ് എത്ര കാലം കയ്യിൽ വെച്ചിട്ടുണ്ടെന്നും ആ അസറ്റിന്റെ ടൈപ്പ് അനുസരിച്ച് തരംതിരിച്ചിട്ടുണ്ട്. ലിസ്റ്റഡ് ഓഹരികളും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളും ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനിൽ വരും. ഇവയ്ക്ക് ലോങ് ടേം ആയിട്ട് കണക്കാക്കാൻ ഹോൾഡിംഗ് പീരീഡ് 12 മാസത്തിൽ കൂടുതലാണ്. അതായത് ഇക്വിറ്റി കാറ്റഗറിയിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് 12 മാസത്തിൽ കൂടുതൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് കണക്കാക്കുക. ഒരു സാമ്പത്തിക വർഷം 1.25 ലക്ഷം രൂപ വരെയുള്ള ലാഭത്തിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. അതിന് മുകളിലുള്ള ലാഭത്തിന് 12.5% റേറ്റിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇനി അത് 12 മാസത്തിൽ താഴെയാണെങ്കിലോ അതിനെയാണ് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇതിന് 20% എന്ന ഫിക്സഡ് റേറ്റിലാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരിക. അപ്പൊ നിങ്ങൾ വൈകി ഫയൽ ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ലോസസുകൾ, അതായത് ലോങ് ടൈമിലായാലും ഷോർട്ട് ടൈമിലായാലും ഉണ്ടാവുന്ന ലോസസുകൾ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. കാരണം ഹൗസ് പ്രോപ്പർട്ടി ലോസിനും അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനും ഒരു ഇളവുണ്ടെങ്കിലും മറ്റ് മിക്ക ലോസിനുമുള്ള ബെനിഫിറ്റ് എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 8 വർഷം വരെ നിങ്ങളുടെ ലോസസ് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇനി റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒഴിവാക്കാൻ മറ്റു വഴികളുണ്ട്. ഉദാഹരണത്തിന് ഇൻകം ടാക്സ് നിയമത്തിലെ സെക്ഷൻ 54 പ്രകാരം വീട് വിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ മറ്റൊരു വീട് വാങ്ങാൻ ഉപയോഗിച്ചാൽ ടാക്സ് ഇളവ് കിട്ടും. അതുപോലെ തന്നെ സെക്ഷൻ 54F പ്രകാരം വീടില്ലാത്ത അസറ്റ്, ഭൂമി അല്ലെങ്കിൽ സ്വർണം പോലെയുള്ള വിൽക്കുമ്പോഴുള്ള ഗെയിൻ ഒരു പുതിയ വീട് വാങ്ങാൻ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് ഇളവ് ലഭിക്കുന്നതാണ്. രണ്ടാമതായിട്ട് ടാക്സ് റെജിമിയുടെ ട്രാപ്പ് ഉണ്ട്. നമുക്ക് പഴയതും പുതിയതുമായിട്ടുള്ള 2 ടാക്സ് റെജിമികളുണ്ട്. ന്യൂ ടാക്സ് റെജിമിയാണ് ഇപ്പോൾ ഡീഫാൾട്ട് ഉള്ളത്. അപ്പോൾ ഓൾഡ് ടാക്സ് റെജിമി ഉപയോഗിക്കാനും അതിലെ പോപ്പുലർ ആയിട്ടുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനും നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ബിസിനസ് ഇൻകം ഉള്ളവർക്ക് ഈ ഒരു ചോയ്സ് ഒറിജിനൽ ITR ഡെഡ് ലൈനുള്ളിൽ തന്നെ നമ്മൾ ഫയൽ ചെയ്യണം. ജൂലൈ 31 ശേഷം നമുക്ക് ന്യൂ ടാക്സ് റെജിമിയെ ഓൾഡ് ടാക്സ് റെജിമിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സെലക്ഷൻ അതിനു മുമ്പ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ITR ഡെഡ് ലൈൻ ഇത്ര ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നമ്മളിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മൂന്നാമതായിട്ട് നിങ്ങളുടെ റീഫണ്ട് വൈകാനും അതിന്റെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടാനുമുള്ള സാധ്യതകളുണ്ട്. ഇത് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്കൊരു റീഫണ്ട് തരാനുണ്ടെങ്കിൽ വൈകി ഫയൽ ചെയ്യുന്നത് നിങ്ങൾ ക്യൂവിന് പിന്നിലാക്കും. അതിലുപരി നിങ്ങളുടെ റീഫണ്ടിന്മേൽ ഗവൺമെന്റ് തരുന്ന ഇൻട്രസ്റ്റിനെയും ഇത് ബാധിച്ചേക്കും. സെക്ഷൻ 244A പ്രകാരം വൈകുന്ന റീഫണ്ടുകൾക്ക് ഗവൺമെന്റ് ഇൻട്രസ്റ്റ് തരും. പക്ഷേ നിങ്ങൾ വൈകി ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻട്രസ്റ്റ് കിട്ടുന്ന കാലയളവ് കുറയാം. അതായത് നിങ്ങളുടെ പണം തിരികെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗവൺമെന്റ് ഹോൾഡ് ചെയ്ത പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് കുറച്ച് മാത്രമേ
കിട്ടുകയുള്ളൂ. അപ്പൊ ബൈ മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഡെഡ് ലൈൻ മിസ്സായി എന്ന് കരുതുക. എന്തൊക്കെ വഴികളാണ് അതിന് മുമ്പിലുള്ളത്? ഒരിക്കലും ഇത് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയല്ല, അതിനുള്ള ഒരു മാർഗങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു വെക്കുന്നത്. അതിലെ ആദ്യത്തെ ഓപ്ഷൻ സെക്ഷൻ 139(4) പ്രകാരം ഒരു ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. ഡെഡ് ലൈനിന് ശേഷം നിങ്ങളുടെ ITR ഫയൽ ചെയ്യാൻ ഇത് നിങ്ങളെ അനുവദിക്കും. പക്ഷേ ഇപ്പോഴത്തെ നിയമപ്രകാരം അസസ്മെന്റ് ഇയർ 26-27 ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി 26 ഡിസംബർ 39 ആയിരിക്കും. വൈകിയാൽ പരിഹരിക്കാനുള്ള നിങ്ങളുടെ പ്രധാന അവസരമാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടില്ല എന്ന് കൂടിയുണ്ട്. ഡിസംബർ 31 ഡെഡ് ലൈൻ മിസ്സായാൽ അപ്ഡേറ്റഡ് റിട്ടേൺ അല്ലെങ്കിൽ ITRU എന്ന് വിളിക്കുന്ന ഒരു അവസാനത്തെ സേഫ്റ്റി നെറ്റ് ഉണ്ട്. ഇത് സെക്ഷൻ 139(8)A പ്രകാരമാണ്. ഇതൊട്ടും ഫയൽ ചെയ്യാത്തവർക്കോ അല്ലെങ്കിൽ വരുമാനം കുറച്ച് കാണിച്ചു എന്ന് പിന്നീട് തിരിച്ചറിയുന്നവർക്കോ വേണ്ടിയിട്ടുള്ള ഒരു റിട്ടേൺ ഓപ്ഷൻ ആണ്. പക്ഷെ ഈ ഒരു അവസരത്തിന് ഒരുപാട് ചിലവുകളുണ്ട്. തീർച്ചയായിട്ടും ആ അവസരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത് എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്. അപ്പോ നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് തെറ്റുകളുണ്ട്. പലരും ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളാണ്. അതുകൂടി ഒന്ന് ചെറിയ സമയത്തിൽ പറഞ്ഞു പോകാം. നിങ്ങൾ അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. വെരിഫൈ ചെയ്യാൻ മറക്കരുത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ITR സബ്മിറ്റ് ചെയ്ത ശേഷം വെരിഫൈ ചെയ്യണം. നിലവിൽ അത് 30 ദിവസം സമയമാണ്. നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ ഇൻവാലിഡ് ആവും. അതായത് നിങ്ങൾ ഫയൽ ചെയ്തതായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണക്കാക്കില്ല. അപ്പോൾ ഈ ഒരു സമയപരിധി മുൻപ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും പോർട്ടൽ ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഫോം 26AS, AS ഇവ രണ്ടും നമ്മൾ ചെക്ക് ചെയ്യാതിരിക്കുന്നത്. നമ്മളുടെ ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളോ അല്ലെങ്കിൽ ഇൻകമോ എല്ലാം കൃത്യമായിട്ട് നമ്മുടെ AS അല്ലെങ്കിൽ TIS ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമ്മളുടെ ആ ഒരു ഇൻകം ടാക്സ് ഫോം ഫില്ല് ചെയ്യുമ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് കൂടി കൃത്യമായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബ്രോക്കറിൽ നിന്നുള്ള ഡീറ്റെയിൽസോ എല്ലാം, അതുപോലെ തന്നെ നമ്മളുടെ മറ്റ് ബാങ്കിൽ നിന്നുള്ള ഡീറ്റെയിൽസുകൾ, ഇൻവെസ്റ്റ്മെന്റ് ഡീറ്റെയിൽസുകൾ ഇവയെല്ലാം നമുക്ക് വെരിഫൈ ചെയ്ത് ഈ ഒരു 26AS അല്ലെങ്കിൽ TIS എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് വെരിഫൈ ചെയ്ത് എൻട്രി ചെയ്ത് കൊടുക്കണം. നമ്മൾ മിസ്സാവാനുള്ള സാധ്യതകളുണ്ട്. ഒരിക്കലും AS TS വരുന്ന വാല്യൂവിനേക്കാൾ കുറവായിരിക്കില്ല നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ അതുകൂടി വെരിഫൈ ചെയ്തുകൊണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. എന്തെങ്കിലും വരുമാനം നമ്മൾ കാണിക്കാതിരിക്കരുത് എന്നുള്ളതാണ്. സേവിങ്സ് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് പോലെയുള്ള ചെറിയ ഇൻകം സോഴ്സസ് മറന്നുപോകാൻ എളുപ്പമാണ്. അത് നിസ്സാരമായിട്ട് തോന്നാമെങ്കിലും അതെല്ലാം ടാക്സബിൾ ഇൻകം ആണ്. അത് റിപ്പോർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ AS TS ഉണ്ടാവും. പിന്നീട് ആ ഒരു ഇൻകം ടാക്സ് അവര് നിങ്ങളുടെ റിട്ടേൺ വെരിഫൈ ചെയ്യുന്ന സമയത്ത് എററായിട്ട് പോപ്പപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻകം എക്സംഷൻ ലിമിറ്റിന് താഴെയാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ITR ഫയൽ ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് നിങ്ങൾ വിദേശത്തെ അസറ്റോ അല്ലെങ്കിൽ വിദേശ അക്കൗണ്ടുകളിൽ സൈൻ ചെയ്യാനുള്ള അധികാരമുള്ള ഒരു ഇന്ത്യൻ റെസിഡന്റ് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഫയൽ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു ITR ഫയലിംഗ് ഓപ്ഷണൽ അല്ല. അപ്പോൾ ഒരു ലേറ്റ് ഫീക്ക് അപ്പുറം ബ്ലാക്ക് മണി ആക്ട് പ്രകാരം കൂടുതൽ സീരിയസ് ആയിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അവർക്ക് പിന്നീട് ഉണ്ടായേക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാർ കൂടി ഇൻകം ടാക്സ് ഫയലിംഗ് മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ടതുണ്ട്. അപ്പോ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്, അതുപോലെ തന്നെ ന്യൂ റെജിമി, ഓൾഡ് റെജിമി നമ്മൾ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന സാധ്യതകൾ, ഇവയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് നിങ്ങളുടെ ഡെഡ് ലൈൻ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഏത് ITR ഫോമാണ് ഫയൽ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ജൂലൈ 31 അല്ലെങ്കിൽ ഓഗസ്റ്റ് 31 നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനനുസരിച്ച് ആ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ ഫയൽ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ITRന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ എപ്പോഴും ചെക്ക് ചെയ്യുക. രണ്ടാമതായിട്ട് അതിന്റെ ചിലവുകൾ മനസ്സിലാക്കുക. ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലേറ്റ് ഫീ വരുന്നതും അതുപോലെ തന്നെ ഹിഡൻ ചാർജസ് ഒക്കെ വരുന്നതും ഒക്കെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ലേറ്റ് ആവാതെ അവസാന തീയതിക്ക് മുമ്പ് തന്നെ റിട്ടേൺ ഫയൽ ചെയ്ത് വെരിഫൈ ചെയ്ത് കൺഫേം ചെയ്ത് വെക്കുക. കൃത്യസമയത്ത് ടാക്സ് ഫയൽ ചെയ്യുന്നത് വെറും പെനാൽറ്റീസ് ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഹെൽത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. നിങ്ങൾ നിയമം പാലിക്കുന്നവരാകുന്നു, ഒരുപാട് ടെൻഷനിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൺട്രോൾ ലഭിക്കുന്നു. ഇതൊരു ലാസ്റ്റ് മിനിറ്റിലേക്ക് മാറ്റി വെക്കരുത്. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി കോൺഫിഡൻസോടെ റിട്ടേൺ ഫയൽ ചെയ്യുക. അപ്പോൾ അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് അറിയിക്കുക. തീർച്ചയായിട്ടും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയുക. അത് ഞാൻ തീർച്ചയായിട്ടും റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഫയൽ ചെയ്യാനുള്ള മെത്തേഡ്സ് അതിലൂടെ ഞാൻ കാണിച്ചു തരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സമയം കൊണ്ട് ഒറ്റ വീഡിയോ റെഫർ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ കണ്ടന്റ്സിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ താഴെയുള്ള ആ ഒരു ഹൈപ്പ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോകളുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും.
അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.